ഇന്ന് ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? എന്ത് പരിപാടി? വൈകിട്ട് എല്ലാവർക്കും വേണമെങ്കിൽ പുറത്തൊന്ന് പോവാം. ശ്ശേ. ചെറിയൊരു ഷോപ്പിംഗ് നടത്താം. എന്തേ? റോയ്ച്ച ക്രിസ്മസ് ആയിട്ടും ഒരു ഷോപ്പിങ്ങോ? പിന്നെന്താ വേണ്ടേ? നമുക്ക് നല്ല ഡിന്നറും ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണോ? നിങ്ങളൊരു അച്ചായനാണോ? ഇതൊക്കെ ഇല്ലാതെ എന്താ ക്രിസ്മസ്? നമ്മളൊരു സ്റ്റാർ പുറത്ത് തൂക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ പോരെ? പോരാ, ഇത് നമ്മൾ ആദ്യത്തെ ക്രിസ്മസ് അല്ലേ, ഇത് നമുക്ക് അടിച്ചു പൊളിക്കണം. എന്നാ ശരി, നിങ്ങൾ ഡിന്നർ ഉണ്ടാക്കിക്കോ. എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, ഞാൻ പുറത്ത് പോകുമ്പോൾ വാങ്ങിച്ചിട്ട് വരാം. എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് എന്താ റോയിച്ച ഉണ്ടാക്കുന്ന ഇവരല്ലേ? അതെടാ, നീ തന്നെ ഇത് പറ. എല്ലാ ദിവസവും വെട്ടി വിഴുങ്ങുമ്പം ഇതൊന്നും ഓർക്കാറില്ലല്ലോ. അല്ലെങ്കിൽ ഈ ആമ്പിള്ളേർ ഇങ്ങനെ തന്നെയാ. ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ല, ഉണ്ടാക്കിയ സാധനത്തിന് കുറ്റവും പറയും. സാർ അങ്ങനെ പറയരുത്. നന്നായി കുക്കിംഗ് അറിയാവുന്ന ആണുങ്ങളുണ്ട്. ഇപ്പോ നമ്മുടെ ഇടയിൽ തന്നെ നോക്കിയാൽ നന്നായി കുക്കിംഗ് അറിയാവുന്ന ഒരു ആൺകുട്ടി ഉണ്ടല്ലോ. അതാരാ? ഞാൻ തന്നെ. എന്നിട്ട് ഇതുവരെ കിച്ചണിൽ കയറി കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ എപ്പോഴും ബിസി ആയിരിക്കുന്നുണ്ടല്ലേ. റോയ്ച്ച, എന്തിനാ റോയ്ച്ച പുളു അടിക്കണത്? കുക്കിങ്ങില് ഞങ്ങള് ഗേൾസിനെ ബീറ്റ് ചെയ്യാൻ വേറെ ആരുമില്ല. അങ്ങ് പള്ളി ഉണ്ടാക്കോടി ഉണ്ടാക്കും. നീ ഒന്നും ഇനി കിച്ചണിലേക്ക് കാലുകുത്തി പോരുത് കേട്ടാ. ആഹാ, നമുക്കത് കാണാം. കാണാനൊന്നുമില്ല. നീയൊക്കെ ഇന്ന് ഷോപ്പിങ്ങിനെ എവിടെ വേണം വെക്കോ. ഞങ്ങളിന്ന് ഡിന്നർ ഉണ്ടാക്കി വെക്കുമ്പോ കഴിക്കാൻ ഇങ്ങ് വന്നാ മതി കേട്ടാ. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ സാറാ, നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. നിങ്ങള് അപ്പോ ക്രിസ്മസ് ട്രീയോ? ആ, ഏതായാലും അക്കാര്യം ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് നീ തന്നെ ഉണ്ടാക്ക്. ഇവന്റെ ക്രിസ്മസ് ട്രീ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സാന്റക്ലോസ് എന്നെ പേടിച്ചോളൂ. ഓടി, ഞാൻ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടായി കാണിച്ചു തരാം. നിങ്ങളൊക്കെ അത് കണ്ട് ഞെട്ടും. ആ കാര്യത്തിൽ പിന്നെ നമുക്ക് ഒരു സംശയമില്ല. നിങ്ങൾ അവനെ കളിയാക്കൊന്നും വേണ്ട. ഒന്നുമില്ലെങ്കിൽ അവനൊരു കലാകാരനല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരുമ്പം ഡിന്നറും ക്രിസ്മസ് ട്രീയും ഒക്കെ റെഡി ആയിരിക്കുമല്ലോ. ഓക്കെ മാഡം, പക്ഷേ നിങ്ങൾ പോയിട്ട് വരുമ്പോഴേ ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് വരണം. ഇനി അതും പറ്റത്തില്ല എന്ന് പറയരുത്. അത് ഞങ്ങൾ ഏറ്റു. പോം. കർത്താവിനറിയാം. എടാ അന്റെ നീ ക്രിസ്മസ് ട്രീ കുളമാക്കോ? എടാ, ഞാൻ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കൂടാ. പിന്നെ നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടാവില്ലേ? ലാലേട്ടൻ പറയണ മാതിരി നിങ്ങളില്ലാതെ എനിക്ക് എന്താ ആഘോഷം? അയ്യോ റോയിച്ച, എനിക്ക് ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് ഓർമ്മ വരുവാ. ക്രിസ്മസ് ഒക്കെ അല്ലേ, വൈകിട്ട് എന്താ പരിപാടി? ഓടാ. അയ്യോ, ഭയന്നു പോയി. ഓടട്ടെ. മതിയാ. പത്രം വായിച്ചേ. എന്താണ് അത്ര ചിരിക്കാൻ? ഏയ്. എന്നാലും നീ എന്ത് പരിപാടിയാടാ കാണിച്ചത്? ഞാനെന്ത്? നീ എന്തിനാ സാറേ കയറി വെല്ലുവിളിക്കാൻ പോയത്? അത് റോയിച്ചല്ലേ തുടങ്ങി വെച്ചത്. എന്ന് വെച്ച് ഞാൻ ഡിന്നർ ഉണ്ടാക്കുന്നു അവളുടെ അടുത്ത് ചാടി കയറി പറയാൻ നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? ഞാനത് പറഞ്ഞ് റോയിച്ചന്റെ അഭിമാനം കാത്തില്ലേ. അഭിമാനം വെച്ച് ഡിന്നർ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ റോയ്ച്ചന് ശരിക്കും കുക്കിംഗ് അറിയില്ല? അത് പിന്നെ അറിയാതെ. പക്ഷെ അത് കുറച്ചു വർഷം മുമ്പുള്ള കുക്കിംഗ് സ്റ്റൈലല്ലേ, ഇപ്പൊ ചെയ്താൽ ശരിയാവില്ല. അതാ. അതെന്താ, കുക്കിങ്ങിനുണ്ടോ ജനറേഷൻ ഗ്യാപ്പ്? അതല്ല, അതൊക്കെ ഞാൻ മറന്നു തുടങ്ങി. അതാ. അപ്പൊ ഇന്നത്തെ ഡിന്നർ ഏതായാലും കൊളാവൂന്ന് ഉറപ്പായി അല്ലേ റോയിച്ച? അല്ല, നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവല്ലോ അല്ലേ? ഞങ്ങളാ? ഇന്നാ പാറുവിന്റെയും സാറയുടെ മുന്നിൽ നാണം കെടൂലോ എന്ന് ഓർക്കുമ്പോഴാ. എല്ലാത്തിനും കാരണം നീയാ. ഒരു ഐഡിയ. എന്റെ കയ്യിലൊരു കുക്കിംഗ് ബുക്ക് ഉണ്ടായിരുന്നു, ഞാനതൊന്ന് തപ്പി നോക്കട്ടെ. എടാ, നീ തപ്പുമ്പോ കൊളത്തൂരാൻ സാറിന്റെ സിനിമയിലെ നായകന്മാരും വില്ലന്മാരും എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, അതും കൂടെ തപ്പൂ. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നിന്റെ കോപ്പിലെ സിനിമാ തമാശ പറയരുത്. ഞാൻ പോയിട്ട് വന്നിട്ട് തരാട്ടാ. എടാ, കിട്ടി റോയിച്ച, കിട്ടി. ഇന്ന് അവളുമാര് പാഠം പഠിപ്പിക്കാനുള്ള സാധനം ഉണ്ട്. എടാ, അതിന്റെ അകത്ത് വല്ല ക്രിസ്മസ് സ്പെഷ്യൽ ഉണ്ടോ നോക്കൂ. ഇതിനകത്ത് ക്രിസ്മസ് സ്പെഷ്യൽ ഒന്നും ഉണ്ടാകത്തില്ല. ഫിഷ് ബിരിയാണി. അയ്യേ, അത് ഞമ്മളെ കോഴിക്കോടുകാരെ സ്ഥിരമായിട്ടല്ലേ. ആനന്ദേ, നീ ഒന്നും ഉണ്ടായിരുന്നേ. ഫിഷ് ബിരിയാണിക്ക് ഫിഷ് ബിരിയാണി. നീ അതിനെന്തൊക്കെയാ വേണ്ടെന്ന് വെച്ച് ഞാൻ എഴുതിയെടുത്ത്. ഉച്ചയ്ക്ക് ഏതായാലും ഉണ്ണം പുറത്തു പോകുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് മേടിക്കാം. സുനിലെ, കാര്യങ്ങളൊക്കെ നോക്കണേ. ബൈ. പോവാം. ഏതായാലും മുട്ടം പണി നമ്മൾ അവർക്ക് കൊടുത്തത്. എനിക്കറിയായിരുന്നു ബോയ്സിന് താത്തി പറഞ്ഞ ടോണി ചാടി വീഴുവെന്ന്. അപ്പൊ നീ അറിഞ്ഞോണ്ടാണ് ഇതൊക്കെ ചെയ്തത്? പിന്നെ അല്ലാതെ, ഒരു ഫുൾ ഡേ ഫ്രീ കിട്ടാൻ വേറൊരു വഴി ഞാൻ കണ്ടില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ. രാത്രി അങ്ങ് ചെല്ലുമ്പോ അറിയാം എന്തൊക്കെയാ കാട്ടി കൂട്ടിരിക്കുന്നെന്ന്. അല്ല, റോയ്ച്ചന് ശരിക്കും കുക്കിംഗ് അറിയോ? അറിയായിരിക്കും. കുറെ കാലം പുള്ളി ഒറ്റയ്ക്ക് താമസിച്ചിരുന്നല്ലേ. ആണോ? ഡിന്നർ നന്നായ പിന്നെ ടോണി നമ്മളെ ചെവി തല കേൾപ്പിക്കില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ ആനന്ദ് അവിടെ ഉള്ളതാ എനിക്ക് ഏക പ്രതീക്ഷ.
പിന്നെ നമുക്ക് എന്തൊക്കെയാ വാങ്ങിക്കേണ്ടത്? ഇത് നോക്ക്, റോയ്ച്ച നമുക്ക് കാർഡ് തന്നിട്ടുണ്ട്. ടൺ ടടൈ. ഉമ്മ സാറാമേ ഉമ്മ. ആദ്യം നമുക്ക് പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. ഞാൻ കുറച്ച് പുതിയ ഡിസൈൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് 2 ഡംബിൾസ് വാങ്ങിക്കണം. ഈയിടെയായിട്ട് ഞാൻ വളരെ ഹൈ കാലറി ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തീരെ എക്സസൈസും ചെയ്യുന്നില്ല. ആ ബെസ്റ്റ്, ആ ഡംബിൾസ് ആയിട്ട് അങ്ങ് ചെന്നാ മതി. റോയ്ച്ച ഡംബിൾ എടുത്ത് തലയടിക്കും. എന്റെ അമ്മേ. നടന്ന് പണ്ടാറടങ്ങി. ഒരു ബിരിയാണിയും കുറച്ച് കറി ഉണ്ടാക്കാൻ ഇത്രയും സാധനങ്ങൾ വേണ്ടിവരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത് അവളുമാർ അറിഞ്ഞോണ്ട് തന്ന പണിയാ നമ്മുടെ ക്രിസ്മസ് കുളമാക്കാൻ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം മുഴുവൻ ആവിയായി പോയി. ഡാ ടോണി, ഇത്തിരി വെള്ളം എടുക്കടാ. അതിനിവിടെ കുടിക്കാൻ വെള്ളമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. നീ വേണേ പൈപ്പ് കുടിച്ചോ. അയ്യോ, ഞാനിപ്പോ വെള്ളം കിട്ടാതെ ചാവേ. ഓ, കരയാതിരിക്കടാ, നിനക്ക് ഞാൻ വെള്ളം തിളപ്പിച്ചു തരാം. എന്നാ അറിയിച്ച എനിക്ക് കൂടെ കുറച്ച്. ഓഹോ, അപ്പൊ മക്കളൊക്കെ ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചേ? ഈ കവറിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കി. പതിയെ പച്ചക്കറിയൊക്കെ എടുത്ത് അരിയാൻ നോക്ക്. ഇപ്പൊ തുടങ്ങിയാലേ ഡിന്നർ പെട്ടെന്ന് റെഡിയാവൂ. ഫിഷ് ബിരിയാണി അല്ലേ? അല്ല പിന്നെ. ടോണി, ഉറങ്ങാതെ ബുക്ക് എടുക്കടാ. ഹോ, രാവിലെ വെല്ലുവിളിക്കുമ്പോ എന്തൊരു ആവേശമായിരുന്നു. ഇപ്പൊ എന്തെല്ലാം ചോർന്നോയോ? അതിപ്പോ ഞാൻ അറിഞ്ഞോ ഇത്ര മെനക്കെട്ട പണിയാണെന്ന്. ഇതെന്താ ഈ നാറുന്നേ? ആ ഇത് മീനാടാ. നീ എടുത്തോണ്ട് കിച്ചണിൽ വെക്കി. എന്നാ നീ ആ ബുക്ക് വായിക്കടാ. എന്തൊക്കെയാ ആദ്യം ചെയ്യണ്ടേ? ആ 1 സെക്കൻഡ്. ഫിഷ് ബിരിയാണി. ബിരിയാണി. ആദ്യമായി സവാള എടുക്കുക. ആ എടുത്തല്ലോ. ആ ഇനി അതിനുശേഷം അതിന്റെ തൊലി കളയുക. കളഞ്ഞിട്ടുണ്ടല്ലോ. അത് നന്നായി കഴുകുക. കഴുകാലോ. കഴുകിയ ശേഷം സവാള ചെറുതായി അരിയുക. അരിയാലോ. ഇനി ഇനി എന്താടാ? നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതാണ് ഫിഷ് ബിരിയാണി എന്നാണോ അടുത്ത സെന്റൻസ്? അതല്ല, പിന്നെ അടുത്ത പേജ് ബ്ലാങ്കാ. അടുത്ത പേജ് മാത്രമല്ല, പിന്നെ അങ്ങോട്ടുള്ള എല്ലാ പേജും ബ്ലാങ്കാ. നീ എന്താണ് മാവാവി പറയുന്നേ? എടാ, ഇതിൽ നമ്മുടെ കമന്റ്സ് ഒക്കെ എഴുതാൻ ബ്ലാങ്ക് പേജ് ഒക്കെ ഉണ്ടല്ലോ. എടാ അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആടാ പോത്തെ. അപ്പൊ നമ്മുടെ ഫിഷ് ബിരിയാണി അത് വെള്ളത്തിലായി. പോട്ടെ റോയ്ച്ച, ഒരു ബിരിയാണിയുടെ കാര്യല്ലേ, അതിന് റോയ്ച്ചൻ ഇങ്ങനെ കരയണ്ട. നിന്റെ മണ്ടമായ അടച്ചു വെച്ചില്ലെങ്കിൽ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവൻ നിന്റെ വായിൽ ഞാൻ തിരികെ കയറ്റും. അത്യാവശ്യ എവിടെയാ? ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇപ്പൊ വരെ റോയ്ച്ച. ഹലോ, ആ പറ. നീ പറ. എന്താടാ? അത് പിന്നെ റോയിച്ച, ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോണം. എന്നെ ഈ അവസ്ഥയുടെ ഒറ്റയ്ക്കാക്കിയിട്ട് നിനക്കൊക്കെ എങ്ങനെ തോന്നിയിട്ട് പുറത്തോണെന്ന് പറയാൻ? അർജന്റാ. നിന്റെ വല്ല ഗേൾ ഫ്രണ്ട്സ് ആയിരിക്കും വിളിച്ചത്. നിന്നെയോ വല്ല പ്രൊഡ്യൂസറും. ഒയ്യോ, റോയ്ച്ചൻ കറക്റ്റായി ഗസ് ചെയ്തു. ഇവിടുന്ന് ഇനി ആരും പുറത്ത് പോണില്ല. റോയ്ച്ച പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. എന്നാ നമുക്ക് നറുക്കിടാം. നറുക്കോ? അതൊന്നും നടക്കില്ല. റോയിച്ച ക്രിസ്മസ് ആയിട്ട് സമ്മതിക്കും. റോയിച്ച ഡാൻഡെ പോയി പേപ്പർ പേന എടുത്തോണ്ടാ. റോയിച്ച സമ്മതിക്കും. ചെല്. റോയിച്ച ഇതിലേക്കിലൊന്നും എടുത്തേ. എന്തത്? ഇതിലൊന്നിൽ ഞങ്ങളുടെ പേരും ഒന്നിൽ റോയിച്ചന്റെ പേരുവാ. റോയിച്ചന്റെ പേര് കിട്ടുകയാണെങ്കിൽ റോയിച്ചൻ പറയുന്നത് ഞങ്ങൾ കേൾക്കാം, അല്ലെ ഞങ്ങളെ പുറത്തു പോകാൻ സമ്മതിക്കണം. ദൈവമേ. അപ്പൊ നമുക്ക് പോവാം. നിന്ന് നോക്കട്ടെ മറ്റേ പേപ്പറും കാണിച്ച്. വേണോ? വേണോ? ആഹാ കൊള്ളാടാ. വെക്കുമ്പോ സ്വന്തം ചേട്ടനിട്ട് തന്നെ വെക്കണം. ഇതൊന്നും വേണ്ട, എന്റെ കയ്യിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക് ഉണ്ട്.
ഇത് ഇവിടുന്ന് ഉരുട്ടിയിട്ട് അത് വീഴ്ത്തുന്ന ആള് ജയിക്കും. എന്തടത് ഒരു അംഗനവാടിയിലെ പിള്ളേരുടെ കളിയൊക്കെ പോലെ. ഇതെങ്കിലും ഒന്ന് സമ്മതിക്കോ റോയിച്ച പ്ലീസ്. ഇതൊക്കെ വെറും സിമ്പിളാണ്. നോക്കാം. മാറിക്കോ. അയ്യോ കൊള്ളല്ലേ. എന്നിനി നിങ്ങളൊന്ന് ഒളിച്ചാണിച്ചേ. പക്ഷെ രണ്ടുപേർക്കും കൂടി ഒരൊറ്റ ചാൻസ് ഉള്ളൂ. നിനക്ക് ഒട്ടും ഉന്നമല്ല, ഞാൻ അറിയാം. ഇത് ഞാനേട്ടാ. ഞാൻ നോക്കട്ടെ. അവന്റെ ഒരു തക്കാളി മുരിങ്ങ. കൊള്ളാല്ലേ? ഇതിന്റെ വേറെ കളേഴ്സ്. ഇടി ഇത് ഇടി ആ തട്ടത്തിൽ മരത്തുള്ള ആ മീശ വെച്ച ദേശക്കാരൻ സഖാവ് മനോജ്. അത് തന്നെ. നമുക്കൊന്ന് കയറി മുട്ടിയാലോ? ആ ശരി. അല്ലെങ്കിൽ വേണ്ട. വാടി. ഇവന്മാര് പോയിട്ട് തിരിച്ചു വന്നു. റോയിച്ചോടെ പോയതാ? ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു പോയതാ. റോയിച്ചൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കിയ മട്ടില്ലല്ലോ. ഇതെന്താ റോയിച്ച പൊതിയില്? ആ പുറത്തുനിന്ന് പാഴ്സൽ വാങ്ങി വന്നേക്കാണല്ലേ. ഞങ്ങള് നേരത്തെ വന്നോണ്ട് കൈയോടെ പിടിച്ചു. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെ ഒപ്പിക്കാൻ പറ്റ പാടാ എനിക്കറിയൂ. എന്നെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഹോം ഡെലിവറിക്കാരെ വിളിച്ച് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചപ്പോ അവര് ക്രിസ്മസ് ആയതിനെ ഒടുക്കത്ത് വെച്ചി. പിന്നെ ഞാൻ തന്നെ പുറത്തുപോയി അങ്ങ് വാങ്ങിച്ചു. ഇതൊക്കെ സാറേയും പാറ പറഞ്ഞാൽ വലിയ കുഴപ്പാവൂലേ? നീ മണ്ടത്തരം പറഞ്ഞ് എഴുന്നള്ളിക്കായിരുന്നു മതി. ഇതില് ബിരിയാണിയും കറികളൊക്കെ ആ പ്ലേറ്റിനുള്ളിൽ തട്ടിയിട്ട് ആ കവറുകൊണ്ട് കളയി. അവര് വരുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കണം. അതെ, ആ ചെല്ല്. എല്ലാം റെഡിയാക്കണം. ആരും ആ രഹസ്യം അറിയരുത്. രഹസ്യം? എന്ത് രഹസ്യം? എടാ മണ്ട, ഈ കാര്യം അവരോട് പറയരുതെന്ന്. ഓ അത് ഞാൻ ഏറ്റു. മോനെ ആനന്ദേ, നിന്നെയാണ് എനിക്ക് ഏറ്റവും പേടി. നീ മണ്ടത്തരം പറഞ്ഞ് റോയിച്ചന്റെ അഭിമാനം കളയരുത്. ഹായ്. ഹലോ. ഹായ്. സഖാവ് മനോജ് അല്ലേ? അതെ, പേര് ദീപക് എന്നാണ്. ഞങ്ങൾ ദീപകിന്റെ വലിയ ഫാൻസ് ആണ്. ഓ താങ്ക്സ്. ഞാൻ തട്ടത്തിൽ മറയത്ത് 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവളുടെ ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. അല്ലാതെ 2 തവണ എക്സ്ട്രയും പോയി കണ്ടിട്ടുണ്ട്. അതിപ്പോ ഇവിടെ ഷോപ്പിങ്ങിന് വന്നായിരിക്കും അല്ലേ? അല്ലാതെ പിന്നെ ഇവിടെ കാറ്റ് കൊള്ളാൻ വന്നതാണോ സാറാ? കുട്ടി ഭയങ്കര തമാശക്കാരിയാണല്ലോ. എല്ലാം ഞാൻ പഠിപ്പിച്ചെടുത്തതാ. എന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോ അതിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നതാ. ഓ ഓക്കെ. എന്ത് പറ്റി ദീപക്? എന്റെ ഫോണ് കാറിൽ വെച്ച് മറന്നു തോന്നുന്നു. കാർ എടുത്ത് ഡ്രൈവർ വേറെ സ്ഥലത്ത് പോയിരിക്കുക. ദീപകിന് ഡ്രൈവറിന്റെ നമ്പർ അറിയോ? അറിയാം. ഓക്കെ എന്നാ വിളിച്ചോ. ഇതിന്ന് വിളിച്ചോ. താങ്ക്സ്. ശരിയെന്നാ. ഡ്രൈവർ വൈറ്റിലല്ല ഉള്ളത്. അവിടെ ഭയങ്കര ട്രാഫിക് ജാമാണ്. എന്തായാലും താങ്ക്സ്. എന്തായാലും ടൈം ഉണ്ടല്ലോ. ഞങ്ങളുടെ വീട് വരെ വരാലോ അല്ലേ? പ്ലീസ്. ഇവിടെ വീട് എവിടെയാണ്? നിങ്ങളെ അടുത്താണോ? ഇവിടെ തൊട്ടടുത്താണ് ദീപക്. ഒന്ന് വരുമോ പ്ലീസ്? ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? ഹലോ ടോണി, ഞങ്ങളിപ്പോ അങ്ങോട്ട് വരും. സന്തോഷം. ഇന്ന് നമ്മൾ കൂടെ ദീപക് ഉണ്ടാവും ഡിന്നറിന്. എന്റെ ഫ്രണ്ട് ഗായത്രിയുടെ അനിയനാ. ഡാ അതൊന്നും അല്ലടാ. തട്ടത്തിൻ മറയത്തിലെ നമ്മുടെ സഖാവ് ദീപക്. ആര്? ഏതായാലും നിങ്ങൾ പെട്ടെന്ന് പോര്. റോയ്ച്ചൻ, ടോണി, ആനന്ദ് എല്ലാം അകത്താണ്. നൈസ്. കിട്ടി. ഇപ്പൊ സ്കോർ എത്ര? 10-4. കളിയ റോയിച്ചിനോടാ. വാ വാ, നിങ്ങൾ കയറി വാ. എന്താ റോയ്ച്ച ഇതൊക്കെ? അത് ഈ ആനന്ദ് വെറുതെ ടൈം പാസിന്. ദീപക് ഹായ്. ഹായ്, ഐ ആം ടോണി. വരൂ ഇരിക്കും. ഞങ്ങള് തീരെ പ്രതീക്ഷിച്ചില്ല.
ദീപകിനെ പോലൊരാള് ഞങ്ങളോടൊപ്പം ക്രിസ്മസിന് ഡിന്നറിനുണ്ടാവും. ഞാനിവർ നിർബന്ധിച്ചുകൊണ്ട് കയറിയെന്നുള്ളൂ, ഡിന്നറിനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഞാൻ ആനന്ദ്, സാറിനെ പോലെ ചെറിയൊരു കലാകാരനാ. ആക്ടറാണോ? ഹാ, അങ്ങനെയും പറയാം. അഭിനയിച്ചിട്ടുണ്ടോ സിനിമയില്? അവനങ്ങനെ ഇതുവരെ കാര്യമായിട്ടൊന്നും അഭിനയിച്ചിട്ടുള്ള ദീപക്. പിന്നെ ഏത് നിമിഷവും എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമെന്ന അവസ്ഥയിലാണ്. ഓ ഓക്കെ. സാറിന് അടുത്ത പടത്തിൽ ചാൻസ് വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ നോക്കാം. പിന്നെ ഈ സാർ എന്ന് വിളിയൊന്നും വേണ്ട, ദീപക് അത് മതി. റോയ്ച്ച ഡിന്നർ റെഡിയല്ലേ? പിന്നെ അതൊക്കെ എപ്പോഴേ റെഡി. അപ്പൊ ദീപക് നമ്മുടെ കൂടെ ഒരു ചെറിയ ഡിന്നർ ആവാ അല്ലേ? അയ്യോ, ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാനിരിക്കായിരുന്നു. അതിന് കാർ ആദ്യം ഇവിടെ എത്തണ്ടേ? കമോൺ, നമ്മുടെ സന്തോഷത്തിനല്ലേ കുറച്ചെങ്കിലും ഒന്ന് കഴിക്കണം. ദീപക്, ഇന്ന് നമ്മുടെ കുക്കിംഗ് എക്സ്പെർട്ട് റോയ്ച്ചന്റെ പ്രിപ്പറേഷനാ. അതെ, സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയാ. സത്യം പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും എന്തെന്നാലും ദീപക് വരൂ. ആനന്ദേ, നീ ആ പ്ലേറ്റ് ഒക്കെ എടുത്ത് കഴുകി റെഡിയാക്കി വെച്ചേ. ചെല്ലു. ഫിഷ് ബിരിയാണി കലക്കി റോയ്ച്ച. ദീപക് എന്താ പറയുന്നു? ഫിഷ് ബിരിയാണി പൊളിച്ചുട്ടോ. റോച്ചൻ ഇത്രയും അങ്ങ് തകർത്താളെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. ഇതൊക്കെ എന്ത്? ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടല്ലേ. എന്തായാലും സംഭവം കലക്കി. കുറച്ച് വെള്ളം കിട്ടുമോ? ആ, ഇപ്പൊ തരാം, ആ. ഞാൻ തരാം. ശ്ശെ. വീണേനെ. നശിപ്പിച്ച്. ഇറ്റ്സ് ഓക്കെ, സോറി ദീപക്, ഞാൻ ഇറ്റ്സ് ഓക്കെ. തുടങ്ങാൻ വല്ല ടവലോ തുണിയോ മറ്റോ കിട്ടുമോ? ആ, ഇപ്പൊ കൊണ്ടുവരാം, ഞാൻ കൊണ്ടുവരാം. ദാ, ഒരു മിനിറ്റ്. ആരാണ് ആ ചാൻസ് പോയിന്നാ തോന്നുന്നത്. ഞാൻ തുടച്ചുതരാം. കുഴപ്പമില്ല. ഇതെവിടെന്നാ ഈ ടിഷ്യൂ പേപ്പേഴ്സ് ഒക്കെ? അത് ഞങ്ങളിന്ന് പോയി വാങ്ങിയതാ. എവിടെന്നാ? കടവന്ത്ര. കടവന്ത്ര. എന്തോ തട്ടിപ്പുണ്ടല്ലോ. ഓ ദൈവമേ, ഓ, ഹോട്ടൽ മാരിയോസ്. പൊളിഞ്ഞു. ഓഹോ, അപ്പൊ ഇതാണല്ലേ റോയ്ച്ചന്റെ സ്പെഷ്യൽ റെസിപ്പി. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഒരു മിനിറ്റ് ദീപക്, എന്റെ ഒരു കലാസൃഷ്ടി കൂടി കണ്ടിട്ട് പോയിക്കോളൂ. നിന്റെ ഏത് കലാസൃഷ്ടി? അതൊക്കെ ഉണ്ട്, നിങ്ങൾ വാ, വരൂ ദീപക്. ടാ! ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. എന്തുവാടാ ഇത്? ഇത് ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട്? മാരക മോനെ. ലോകത്തിൽ ആദ്യമായിട്ടാ വാഴയിലുണ്ടാക്കിയ ഒരു ക്രിസ്മസ് ട്രീ ഞാൻ കാണുന്നത്. അതെന്താ, വാഴയൊരു ട്രീ അല്ലേ? ദീപക്കിന് ഇഷ്ടപ്പെട്ടില്ലേ? ദീപക് ഒരു കലാകാരനല്ലേ? ദീപക് എന്ത് പറയുന്നു? വാഴയിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയ പുന്നാരമോൻ ആനന്ദേ, നിങ്ങൾ വിവരം അറിയും. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ്. കലക്കി. സാർ ഇത് പറഞ്ഞപ്പോ എനിക്ക് Happy ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. പോടാ. അങ്ങനെയല്ലേ?